ഈ പാട്ടവണ്ടി ഇപ്പോഴെങ്ങാൻ സ്റ്റാർട്ടാകുമോ? സമയം വൈകി. ആംബുലൻസ് ഇപ്പോൾ SIT ഹോസ്പിറ്റലിലെത്തും. ലക്ഷ്മിയുടെ വേവലാതി കണ്ട് ആനന്ദും ടെൻഷനിലായി. നടക്കൂല ചേച്ചി, ഈ പുല്ല് സ്റ്റാർട്ടാകുന്നില്ല. ഇന്ന് നമുക്ക് സമയത്തെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഭഗവാനെ, ഇന്ന് ആ കാലമാടൻ നമ്മളെ വലിച്ചു കീറും. അങ്ങേര് പ്രത്യേകം പറഞ്ഞതാ, ഒരു കാരണവശാലും ലേറ്റാകരുത്. ആ ഡ്രൈവറുടെ എക്സ്പീരിയൻസ് എക്സ്ക്ലൂസീവായി നമുക്ക് തന്നെ കിട്ടണമെന്ന് ടെൻഷനോടെ തലയിൽ കൈവച്ചിരുന്നു പോയി ലക്ഷ്മി. ചേച്ചി ഇങ്ങനെ ടെൻഷനാകാതെ, നമ്മൾ പോയില്ലേലും ജൂനിയർ റിപ്പോർട്ടർമാരുണ്ടല്ലോ അവിടെ, അവർ ന്യൂസ് കവർ ചെയ്തോളും. ആനന്ദ് പരമാവധി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അപ്പോഴേക്കും അകലെ നിന്നും ആംബുലൻസിൻ്റെ നിർത്താതെയുള്ള സൈറൺ മുഴങ്ങിക്കേട്ടു തുടങ്ങി. ദേ വണ്ടി ഇങ്ങ് എത്തി ചേച്ചി. ആനന്ദ് പറഞ്ഞു തീരുമ്പോഴേക്കും സൈറൺ ഇട്ട് പാഞ്ഞു വരുന്ന ട്രാഫിക് പോലീസിൻ്റെ ടവേരയുടെ പിന്നാലെ 3 ആംബുലൻസുകൾ അവർക്ക് മുന്നിലൂടെ ചീറിപ്പാഞ്ഞുപോയി. ആ ആംബുലൻസുകൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ ഉണ്ടാകാൻ കഴിയാത്തതിൽ ഉള്ള നിരാശയിൽ അത് നോക്കി നിന്നു ലക്ഷ്മിയും ആനന്ദും. ചരിത്രം കുറിച്ചുകൊണ്ട് നവജാത ശിശുവുമായി ആംബുലൻസ് കോഴിക്കോട് നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞെത്തി. വെറും 5 മണിക്കൂർ 15 മിനിറ്റുകൾ കൊണ്ട് ഈ ദൗത്യം പൂർത്തീകരിച്ച ആംബുലൻസ് ഡ്രൈവർ ഷെരീഫ് നമുക്കൊപ്പം ചേരുന്നു. പ്രതാപൻ അമർഷത്തോടെ ന്യൂസ് ചാനൽ നോക്കിയിരിക്കുമ്പോൾ അയാൾക്ക് മുന്നിൽ വിളറി വെളുത്തിരുന്നു ലക്ഷ്മി. എന്താണ് ലക്ഷ്മി, നിങ്ങൾ ഇത്രയ്ക്ക് ഇറസ്പോൺസിബിളായി പോയത്? ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് തന്നെ ഈ ആംബുലൻസ് മിഷൻ അല്ലേ? കുട്ടിയെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയം തന്നെ ഡ്രൈവറുടെ എക്സ്പീരിയൻസ് എക്സ്ക്ലൂസീവായി നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യണമെന്ന് ഇൻസ്ട്രക്ഷൻ തന്നതല്ലേ ഞാൻ? എന്നിട്ടിപ്പോൾ തലയും കുമ്പിട്ട് വന്നിരിക്കുന്നു. ഇഡിയറ്റ്സ്. കണ്ടില്ലേ ആൺകുട്ടികൾ അവരുടെ ചാനലുകളിൽ ന്യൂസ് ഇടുന്നത്? സർ, ഞങ്ങളുടെ കുറ്റമല്ല. ഒരുപാട് നേരത്തെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടത്. പക്ഷേ നിർത്ത്, ചുമ്മാ അതും ഇതും ന്യായം പറച്ചിൽ വേണ്ട ലക്ഷ്മി. നിങ്ങളൊരു സീനിയർ റിപ്പോർട്ടറാണ്. ഡോണ്ട് ഫോർഗറ്റ് ഇറ്റ്. തൻ്റെ വാക്കുകൾ മുഴുമിപ്പിക്കുവാൻ പ്രതാപൻ അനുവദിക്കാതെ വന്നപ്പോൾ അസ്വസ്ഥയായി ലക്ഷ്മി. വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു അയാൾ. പ്രതാപൻ്റെ രോഷം തീരുവോളം മൗനമായി തന്നെയിരുന്നു ലക്ഷ്മി. ശേഷം പതിയെ എഴുന്നേറ്റു. സാറേ, ഞങ്ങളും മനുഷ്യരാണ്. ഇത്രയും വലിയൊരു ചാനലിൻ്റെ സ്റ്റാഫിന് സഞ്ചരിക്കാൻ തന്നേക്കുന്നത് ഒരു 90 മോഡൽ ഓംനി വാൻ. അതാണെങ്കിൽ ആഴ്ചയിൽ 7 ദിവസവും കട്ടപ്പുറത്ത്. ഇന്നും വഴിയിലായി. അതുകൊണ്ട് ഞങ്ങൾക്ക് സമയത്തെത്താൻ പറ്റിയില്ല. അതാണ് കൃത്യസമയത്ത് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വന്നത്. ആ മറുപടി കേട്ട് പ്രതാപനൊന്ന് ചൂളി. ഇത്തരമൊരു മറുപടി അയാൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ വണ്ടിയുടെ മേൽ പഴിചാരും. ജാള്യത മറക്കാൻ വീണ്ടും ലക്ഷ്മിയുടെ മേൽ തട്ടിക്കയറി അയാൾ. അതോടെ അവൾക്ക് സഹികെട്ടു. പൊന്ന് സാറേ, സാർ ഈ ചാനലിൻ്റെ MD ആണ്. സാറിനും പ്രഷർ, ടെൻഷൻസ് ഒക്കെ ഉണ്ടാകാം. പക്ഷേ ദയവ് ചെയ്ത് അത് ഞങ്ങളുടെ നേരെ കയറി തീർക്കാൻ നിൽക്കരുത്. മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടോടുന്ന റിപ്പോർട്ടേഴ്സാണ് ഞങ്ങൾ. ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് കണ്ടാൽ സാർ എനിക്കെതിരെ ആക്ഷൻ എടുത്തോളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഏയ് ലക്ഷ്മി! പിന്നിൽ നിന്നും പ്രതാപൻ വിളിച്ചെങ്കിലും മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് പോയി അവൾ. MDയുടെ ക്യാബിന് പുറത്തെത്തിയപ്പോൾ ദേഷ്യവും സങ്കടവും എല്ലാം കൂടിക്കലർന്ന് വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി ലക്ഷ്മി. എന്താ ചേച്ചി, സീനായോ? ആ കാലമാടൻ കലിപ്പിലാണോ? ആനന്ദിൻ്റെ ചോദ്യം കേട്ട് പല്ലുറുമ്മി അവൾ. അവൻ്റെ അമ്മൂമ്മയുടെ കലിപ്പ്. അവൻ എന്നോടുള്ള കലിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പണ്ട് ഒരു വനിതാ റിപ്പോർട്ടറെ ക്യാബിനിൽ വിളിപ്പിച്ച് മടിയിൽ പിടിച്ചിരുത്തി കൈക്രിയ ചെയ്തപ്പോൾ അത് കണ്ടോണ്ട് ചെന്ന് കയറിയ ഞാൻ പ്രശ്നമാക്കി. അന്ന് തൊട്ട് എന്നെ കണ്ടൂടാ. സീനിയർ റിപ്പോർട്ടർ ആയതിനാലും എന്തേലും കാരണം പറഞ്ഞ് എന്നെ പുറത്താക്കിയാൽ കണ്ട കാര്യം ഞാൻ പുറത്ത് പാട്ടാക്കും എന്ന പേടിയുള്ളതിനാലും പമ്മിയിരിക്കുവാണ് നാറി. ആനന്ദേ, നമുക്കൊരു എക്സ്ക്ലൂസീവ് വേണം. ഇങ്ങേരുടെ വായടപ്പിക്കാൻ പറ്റിയ എന്തേലും ഒരു ന്യൂസ് കണ്ടുപിടിക്കണം ഇപ്പോൾ തന്നെ. ആ ഉറച്ച വാക്കുകളിൽ നിന്നും ആനന്ദ് മനസ്സിലാക്കി പ്രതാപൻ്റെ വാക്കുകൾ അവളെ എത്രത്തോളം വേദനിപ്പിച്ചു എന്നത്. കണ്ടെത്താൻ ചേച്ചി, വിഷമിക്കേണ്ട. ഞാൻ ചേച്ചിക്കൊപ്പം ക്യാമറാമാനായി കൂടിയിട്ട് ഇപ്പോൾ വർഷം 3 കഴിയുന്നു. ചേച്ചിയുടെ ഈ വിഷമം എൻ്റെയും കൂടിയാണ്. ഈ ആംബുലൻസ് മിഷനുമായി ചുറ്റിപ്പറ്റി തന്നെ എന്തേലും കിട്ടാതിരിക്കില്ല. നമുക്ക് നോക്കാം. ലക്ഷ്മിക്ക് ആത്മവിശ്വാസം നൽകി ഒപ്പം നിന്നു ആനന്ദ്. അതോടെ രണ്ടുപേരും വീണ്ടും യാത്ര തിരിച്ചു. പുതിയൊരു വാർത്ത കണ്ടെത്തുവാനായി വഴിയിലായ ചാനൽ വാഹനം ഒഴിവാക്കി ആനന്ദിൻ്റെ സ്വന്തം കാറിൽ വഴിയരികിൽ വണ്ടി നിർത്തിയിട്ട് പരമാവധി അന്വേഷണത്തിൽ മുഴുകി രണ്ടാളും. മൊബൈലിൽ ചാനലുകളുടെ ഫേസ്ബുക്ക് പേജുകളിൽ ആംബുലൻസ് മിഷൻ നിറഞ്ഞു നിന്നു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാം ആനന്ദ്. അവിടെയുള്ള ന്യൂസ് കവർ ചെയ്യാം. കുട്ടിയുടെ സർജറി ഉടനെ തുടങ്ങില്ലേ? സർജറി സക്സസ് ആയാൽ ആ ഡോക്ടറുടെ എങ്കിലും പ്രതികരണം ആദ്യം പകർത്തണം നമുക്ക്. ഓക്കെ ചേച്ചി. നിർത്തിയിട്ടിരുന്ന കാർ പതിയെ സ്റ്റാർട്ടാക്കിയ ആനന്ദ്. അപ്പോഴാണ് ഒരു സംഗതി ലക്ഷ്മിയുടെ ശ്രദ്ധയിലുടക്കിയത്. ആനന്ദ്, കോഴിക്കോട് നിന്നും ഈ ആംബുലൻസ് യാത്ര തുടങ്ങുമ്പോൾ പോലീസ് എസ്കോർട്ട് വാഹനം ഇല്ലായിരുന്നു ഒപ്പം? സംശയത്തോടെ ലക്ഷ്മി ചോദിക്കുമ്പോൾ ആനന്ദും ഒരു നിമിഷം മൗനമായി ചിന്തയിലാണ്ടു. ഉണ്ടായിരുന്നു ചേച്ചി. ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നു. ട്രാഫിക്കിൻ്റെ ഒരു ടവേര കാർ. യെസ്, ടവേര തന്നെ. നമ്മൾ കണ്ട വീഡിയോസിൽ എല്ലാം ആംബുലൻസിന് മുന്നിലായി ആ പോലീസ് വാഹനമുണ്ട്.
ആ വണ്ടി തന്നെയല്ലേ തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും ആംബുലൻസിന് മുന്നിലുണ്ടായിരുന്നത്? ആംബുലൻസ് ഹോസ്പിറ്റലിൽ എത്തുന്ന ദൃശ്യങ്ങൾ ഫോണിലൂടെ ആനന്ദിനെ കാണിച്ചു ലക്ഷ്മി. ശരിയാണല്ലോ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി നമ്മൾ റോഡിൽ നിന്നപ്പോൾ ഈ വണ്ടികൾ നമ്മളെ കടന്നുപോയതല്ലേ? അപ്പോഴും ഈ ടവേര തന്നെയായിരുന്നു മുന്നിൽ. അപ്പോൾ ആംബുലൻസിന് മുന്നിൽ ആ വണ്ടിയും ഇത്രയും ദൂരം ഉണ്ടായിരുന്നു. ആനന്ദ് പറയുന്നത് ശരിവച്ചു ലക്ഷ്മി. അതെ ആനന്ദ്, ഒരുപക്ഷെ ആംബുലൻസിൻ്റെ അതേ സ്പീഡിൽ അല്ലെങ്കിൽ അതിനേക്കാൾ സ്പീഡിൽ ഒരു വഴികാട്ടിയായി. പിന്നെ എന്തേ ആരും ആ വണ്ടിയുടെ ഡ്രൈവറെ ഒന്ന് അഭിനന്ദിച്ചു പോലും കണ്ടില്ല? അഭിനന്ദനങ്ങൾ മുഴുവൻ ആംബുലൻസ് ഡ്രൈവർ ഷെരീഫിന് മാത്രമായിരുന്നു. അത് അയാളുടെ ഡ്യൂട്ടിയല്ലേ ചേച്ചി? മറുപടി പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ പറഞ്ഞതിലെ അമളി തിരിച്ചറിഞ്ഞു ആനന്ദ്. ശരിയാണ്, ആംബുലൻസ് ഡ്രൈവറും അയാളുടെ ഡ്യൂട്ടിയല്ലേ ചെയ്തത്? അതെ, രണ്ടുപേരും ഒരേ ഡ്യൂട്ടി ചെയ്തു. ഒരാൾക്ക് മാത്രം പ്രശംസ, അത് ശരിയല്ലല്ലോ. ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കിയ ആനന്ദ്. അതോടെ ചെറിയൊരു ആവേശം അവൻ്റെ മുഖത്ത് വിരിഞ്ഞു. അപ്പോൾ എങ്ങനെയാ ചേച്ചി, നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുമല്ലേ? അതെ ആനന്ദ്, ആ വണ്ടിയും അതിൻ്റെ ഡ്രൈവറെയും കണ്ടെത്തണം. വെറും ഒരു എക്സ്ക്ലൂസീവിന് വേണ്ടിയാണ് നമ്മൾ ഈ തിരഞ്ഞതെങ്കിലും സത്യത്തിൽ അദ്ദേഹവും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് പതിയെ ആക്സിലേറ്ററിൽ വെച്ചിരുന്ന കാൽ ഒന്ന് അമർത്തി ആനന്ദ്. ശരവേഗത്തിൽ ആ കാർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഹോസ്പിറ്റൽ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്ത് അവർ ഇറങ്ങുമ്പോൾ മുൻവശത്ത് ആംബുലൻസ് ഡ്രൈവറുടെ ഇൻ്റർവ്യൂ എടുക്കാൻ മാധ്യമപ്രവർത്തകരുടെ വൻ തിരക്കായിരുന്നു. എന്നാൽ ലക്ഷ്മിയും ആനന്ദും ആ സമയം തിരഞ്ഞത് ആ ടവേര കാറിനെയും അതിൻ്റെ ഡ്രൈവറിനെയുമായിരുന്നു. അല്പനേരം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ അവർ ആ വണ്ടി കണ്ടെത്തി. ആളൊഴിഞ്ഞ ഒരു ഭാഗത്തായി പാർക്ക് ചെയ്തിരുന്നു ആ വണ്ടി. പോലീസ് എന്ന നെയിം ബോർഡോട് കൂടിയ വെള്ള ടവേര കാർ. ചേച്ചി, അതാ ആ വണ്ടി. ആനന്ദാണ് ആദ്യം വണ്ടി കണ്ടത്. വേഗത്തിൽ ആ കാറിനരികിലേക്ക് പാഞ്ഞു അവർ. മൊബൈലിൽ ആംബുലൻസ് മിഷന്റെ വീഡിയോ ഒന്നുകൂടി നോക്കി വണ്ടി അത് തന്നെയെന്ന് ഉറപ്പിച്ചു. ഡ്രൈവർ ഇല്ലല്ലോ ആനന്ദ്? സംശയത്തോടെ ചുറ്റും പരതി ലക്ഷ്മി. അപ്പോഴാണ് ഒരു പോലീസുകാരൻ അവിടേക്ക് നടന്നു വരുന്നത് കണ്ടത്. ചേച്ചി, അതാകും കക്ഷി. ആനന്ദ് വേഗം അയാൾക്കരികിലേക്ക് ചെന്നു. ഒറ്റനോട്ടത്തിൽ അയാൾ നന്നേ ക്ഷീണിതനായിരുന്നു. അതോടെ ആള് അത് തന്നെയെന്ന് അവർ ഉറപ്പിച്ചു. സാറാണോ ഈ കിടക്കുന്ന വണ്ടി ഓടിച്ചത്? ചോദ്യം കേട്ടപാടെ സംശയത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി ആ പോലീസുകാരൻ. അത് കണ്ടിട്ട് പതിയെ തൻ്റെ ID കാർഡ് എടുത്തു കാട്ടി ലക്ഷ്മി. സർ, മീഡിയയാണ്. ഈ വണ്ടിയല്ലേ കോഴിക്കോട് നിന്ന് വന്ന ആംബുലൻസിന് പൈലറ്റ് വാഹനമായി വന്നത്? ഇത് ഓടിച്ചിരുന്നത് സാറാണോ? ID കാർഡ് കണ്ടതോടെ അയാളുടെ സംശയം അവസാനിച്ചു. ഒപ്പം ആ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു അയാൾ. വണ്ടി ഓടിച്ചിരുന്നത് ഞാനല്ല, പക്ഷേ ആ വണ്ടിയിൽ ഞാനും ഉണ്ടായിരുന്നു. ഓടിച്ചിരുന്നത് നകുലൻ സാറാണ്. എന്തുപറ്റി? വീണ്ടും സംശയത്തോടെയുള്ള അയാളുടെ നോട്ടം കണ്ട് ചുറ്റും ഒന്നുകൂടെ ഒന്ന് കണ്ണോടിച്ചിട്ടാണ് ലക്ഷ്മി മറുപടി നൽകിയത്. സാർ, ഞങ്ങൾക്ക് ഈ നകുലൻ സാറിനെ ഒന്ന് കാണണം. ഒപ്പം സാറും വേണം. ഇന്നിപ്പോൾ ഈ മിഷൻ സക്സസ് ആയപ്പോൾ എല്ലാവരും ആംബുലൻസ് ഡ്രൈവറെ പുകഴ്ത്തുന്നത് കണ്ടു. ഞങ്ങളുടെ ചാനലും അത് തന്നെ ചെയ്തു. അദ്ദേഹം പക്ഷേ അത് 100% അർഹിക്കുന്നു. എന്നാൽ അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും. ആംബുലൻസിന് വഴികാട്ടി മുന്നിലൂടെ പോയത് നിങ്ങളാണ്. ആ നിങ്ങളെപ്പറ്റിയും പുറം ലോകം അറിയണം സാർ. നിങ്ങളുടെ എക്സ്പീരിയൻസ് അത് ഞങ്ങളോട് തന്നെ ഷെയർ ചെയ്യണം. ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് ആശ്ചര്യത്തോടെ നോക്കി നിന്നു ആ പോലീസുകാരൻ. ഇതിപ്പോൾ അതിശയമായല്ലോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞങ്ങളെ തിരക്കി മീഡിയക്കാർ വരുന്നത്. എന്തായാലും നിങ്ങൾ വരൂ, നമുക്ക് നകുലൻ സാറിൻ്റെ അടുത്തേക്ക് പോകാം. സാർ ഇപ്പോൾ ക്യാൻറ്റീനിലുണ്ട്. ആ പോലീസുകാരൻ മുന്നേ നടക്കുമ്പോൾ പിന്നാലെ ചെന്നു അവർ. അതിനിടയിൽ ആ പോലീസുകാരൻ്റെ പേര് ചോദിക്കാൻ മറന്നില്ല ആനന്ദ്. എൻ്റെ പേര് സന്തോഷ്, പുഞ്ചിരിയോടെ അയാൾ മറുപടി പറഞ്ഞു. ക്യാൻറ്റീനിൽ എത്തുമ്പോഴാണ് ലക്ഷ്മിയും ആനന്ദും ഏറെ അതിശയിച്ചു പോയത്. നകുലൻ എന്ന പേര് കേട്ടെങ്കിലും 35-40 വയസ്സ് പ്രായമുള്ള ഒരാളെ പ്രതീക്ഷിച്ച അവരുടെ മുന്നിലേക്ക് ഏകദേശം 50 വയസ്സോളം പ്രായമുള്ള ഒരാളാണ് നടന്നു വന്നത്. അല്പം പോലും ക്ഷീണിതനല്ലായിരുന്നു അദ്ദേഹം. സാറേ, ഇവർ മീഡിയ വിഷൻ ചാനലിലെ റിപ്പോർട്ടേഴ്സാണ്. ഇന്നത്തെ ആംബുലൻസ് മിഷനിലെ പൈലറ്റ് വാഹനത്തെയും അതിലുണ്ടായിരുന്ന നമ്മളെയും തിരഞ്ഞു വന്നതാണ്. സന്തോഷിൻ്റെ വിശദീകരണം കേട്ട് ലക്ഷ്മിയെയും ആനന്ദിനെയും ഒന്ന് നോക്കി നകുലൻ. അവരുടെ മുഖത്തെ അതിശയം വേഗത്തിൽ വായിച്ചെടുത്തു അയാൾ. പൈലറ്റ് വണ്ടിയുടെ ഡ്രൈവർക്ക് ഇത്രയും പ്രായം നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? പുഞ്ചിരിയോടെയുള്ള അയാളുടെ ചോദ്യം കേട്ട് ലക്ഷ്മി പതിയെ മുന്നിലേക്ക് ചെന്നു. അതെ സർ, ഞങ്ങളൊരു ചെറുപ്പക്കാരനെയാണ് പ്രതീക്ഷിച്ചത്. സാധാരണ ഇത്തരം മിഷനുകളിൽ അങ്ങനെയുള്ളവരെയാണല്ലോ നിയമിക്കുക. ഇതൊക്കെ ആരാ പറഞ്ഞേ? 2 മാസം മുന്നേ എറണാകുളത്ത് നിന്നും ഒരു കുഞ്ഞിന് ഇതേ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതുൾപ്പെടെ 5 മിഷനുകളിൽ പൈലറ്റായ ആളാണ് ഞാൻ. അന്നൊന്നും നിങ്ങൾ ആരും എന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ എങ്ങനെയോ ശ്രദ്ധിച്ചു, അത്ര തന്നെ. നകുലൻ പറഞ്ഞതൊക്കെയും ലക്ഷ്മിക്ക് പുതിയ അറിവുകളായിരുന്നു. സാറ് പഴയ പുലിയാണ്. അയ്യോ, പഴയ പുലിയല്ല, ഇപ്പോഴും പുലി തന്നെ. പണ്ട് മുഖ്യന് വരെ പൈലറ്റ് ഓടിയിരുന്ന ആളാ.
കേരളത്തിലെ ഒട്ടുമിക്ക റൂട്ടുകളും മനപ്പാഠം. അതുകൊണ്ടാണ് ഈ മിഷനിലും സാറിനെ തന്നെ പൈലറ്റാക്കിയത്. സന്തോഷിൻ്റെ വിശദീകരണം കൂടി ആയപ്പോൾ നകുലനോട് വല്ലാത്ത ബഹുമാനം തോന്നി ലക്ഷ്മിക്ക്. സർ, ഞങ്ങളോട് അല്പം സംസാരിക്കാമോ? ഇന്നത്തെ ഈ യാത്രയിലെ സാറിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി. അവളുടെ ആ ചോദ്യത്തിന് പുഞ്ചിരിയോടെ തന്നെ സമ്മതം മൂളി നകുലൻ. പക്ഷേ ഒരു സംശയം അയാളിൽ അവശേഷിച്ചു. നമ്മളെയൊക്കെ ശ്രദ്ധിക്കാൻ ആരേലും ഉണ്ടാകുമോ? ഒടുക്കം നിങ്ങൾക്ക് സമയനഷ്ടമാകുമോ? ആ സംശയത്തിന് ഒരു പുഞ്ചിരി മാത്രമാണ് ലക്ഷ്മി മറുപടിയായി നൽകിയത്. ക്ഷണനേരം കൊണ്ടാണ് അവർ നൽകിയ ആ വാർത്ത വൈറലായത്. ഇത്രയും പ്രായമുള്ള ആളാണോ ആംബുലൻസിന് എസ്കോട്ട് വന്നത്? കൊള്ളാലോ, പുള്ളി ആള് പുലി തന്നെ. ആംബുലൻസിന് മുന്നേ പറപ്പിച്ചില്ലേ വണ്ടി? ഇങ്ങേരെയൊക്കെയാണ് ആദരിക്കേണ്ടത്. വാർത്ത കണ്ടവരുടെ പൊതുവായ പ്രതികരണം ഇപ്രകാരമൊക്കെയായിരുന്നു. ന്യൂസ് വൈറലായതോടെ പല ഫേസ്ബുക്ക് പേജുകളിലും വാർത്ത ഷെയർ ചെയ്യപ്പെട്ടു. വാർത്ത അറിഞ്ഞവരിൽ പലരും നകുലനെയും സന്തോഷിനെയും നേരിൽ കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എല്ലാം കഴിഞ്ഞ് ലക്ഷ്മിയോടും ആനന്ദിനോടും യാത്ര പറഞ്ഞ് തിരികെ വണ്ടിക്കരികിലേക്ക് ചെന്ന നകുലനും സന്തോഷിനും സ്വീകരണമൊരുക്കി കാത്തുനിന്നിരുന്നു മെഡിക്കൽ കോളേജ് പോലീസും മറ്റു സംഘടനകളും. അതൊക്കെ കണ്ട് അതിശയിച്ചു നിന്നു നകുലൻ. ഒരുപാട് വട്ടം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതുപോലെ വണ്ടി പായിച്ചിട്ടുണ്ട്. എങ്കിലും ഇത്തരമൊരു അംഗീകാരം ഇതാദ്യമായിരുന്നു. വല്ലാത്ത സന്തോഷം തോന്നി അയാൾക്ക്. ഒപ്പം മനസ്സുകൊണ്ട് ലക്ഷ്മിയോടും ആനന്ദിനോടും നന്ദി പറഞ്ഞു അയാൾ. പല ചാനലുകാരും ആ വാർത്ത പകർത്തുവാനുള്ള വെപ്രാളത്തിലായിരുന്നു. സ്ഥലം MLAയും അനുമോദനങ്ങളുമായി എത്തി. മാത്രമല്ല സോഷ്യൽ മീഡിയ വഴി പല പ്രമുഖരും ആംബുലൻസ് ഡ്രൈവർ ഷെരീഫിനും പൈലറ്റ് വാഹനം ഓടിച്ച നകുലൻ എന്ന പോലീസ് ഓഫീസർക്കും ആശംസകൾ നേർന്നു. ചിപ്പിക്കുള്ളിലെ മാണിക്യം എന്നാണ് മുഖ്യമന്ത്രി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നകുലനെ വിശേഷിപ്പിച്ചത്. തിരികെ പോകുമ്പോൾ വല്ലാത്ത ആത്മസംതൃപ്തി തോന്നി ലക്ഷ്മിക്കും ആനന്ദിനും. ചേച്ചി, ഇന്നത്തെ നമ്മുടെ വാർത്ത ഭയങ്കര വൈറലാണ്. നമ്മൾ ചെയ്തത് വലിയ കാര്യമാണ് ചേച്ചി. നകുലൻ സാറിനെ പോലെ ഇത്രയും എക്സ്പേർട്ടായ ഒരു ഓഫീസറെ ജനം അറിയുക തന്നെ വേണം. ആനന്ദിൻ്റെ അഭിപ്രായത്തോട് ശരിവച്ചു ലക്ഷ്മിയും. സത്യമാണ് ആനന്ദ്, എനിക്കും വല്ലാത്ത തൃപ്തിയുണ്ട്. ഇന്ന് നമ്മൾ ചെയ്തത് വെറും ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് മാത്രമല്ല, വർഷങ്ങളായി മറമൂടി കിടന്ന ഒരു മാണിക്യത്തെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുക കൂടിയാണ്. പുഞ്ചിരിയോടെ അവൾ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. അപ്പോഴേക്കും ലക്ഷ്മിയുടെ മൊബൈൽ റിംഗ് ചെയ്തു. ഫോണിലേക്ക് നോക്കിയപ്പോൾ അവളുടെ മുഖം കുറുകി. ആ കാലമാടനാടാ പ്രതാപൻ സർ. ഇനി എന്തിനുള്ള പുറപ്പാടാണോ എന്തോ. സംശയത്തോടെ അവൾ കോൾ അറ്റൻഡ് ചെയ്ത് ലൗഡ് സ്പീക്കർ മോഡിലിട്ടു. ഹലോ ലക്ഷ്മി, ആദ്യമേ തന്നെ സോറി. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. നിങ്ങൾ കൊടുത്ത വാർത്ത ഇപ്പോൾ ഭയങ്കര വൈറലാണ്. വളരെ നാളുകളായി മറഞ്ഞിരുന്ന ഒരു മാണിക്യത്തെ പുറം ലോകത്തിന് കാട്ടിക്കൊടുത്ത മീഡിയ വിഷൻ ചാനലിന് നന്ദി എന്നാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചാനലിന് വലിയ മൈലേജായി നിങ്ങളുടെ ഇന്നത്തെ റിപ്പോർട്ടിംഗ്. കൺഗ്രാറ്റ്സ് ടു യു ബോത്ത്. പിന്നെ എനിക്കിപ്പോൾ തന്നോട് ദേഷ്യമൊന്നുമില്ല. പണ്ട് ഞാൻ ചെയ്ത ഒരു തെറ്റ്, അത് താൻ കണ്ടതിലുള്ള മാനക്കേടിൽ പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. എല്ലാത്തിനും മാപ്പ്. അയാളുടെ ഭാഗത്തു നിന്നും അത്തരമൊരു അനുമോദനവും ക്ഷമാപണവും ലക്ഷ്മി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്ത സന്തോഷം തോന്നിയവൾക്ക് പ്രതാപൻ്റെ അനുമോദനത്തിന് താങ്ക്സ് പറഞ്ഞ് കോൾ കട്ടാക്കി വീണ്ടും സീറ്റിലേക്ക് ചാഞ്ഞു ലക്ഷ്മി. ഈ ഒരു വാർത്തയോടെ എല്ലാം വൈറലായതോടെ ആനന്ദേ, സത്യത്തിൽ ഈ വാർത്ത നമ്മൾ കണ്ടെത്താൻ കാരണം ഈ പ്രതാപൻ സാറാണ്. അങ്ങേരോട് അത്രയ്ക്ക് കലിപ്പ് തോന്നിയോണ്ടല്ലേ നമ്മൾ വീണ്ടും എക്സ്ക്ലൂസീവായി തിരക്കി ഇറങ്ങിയത്. അത് ശരിയാ ചേച്ചി. ആ കാലമാടനെ കൊണ്ട് എന്തായാലും അങ്ങനെയൊരു ഗുണമുണ്ടായി. ആനന്ദിൻ്റെ കമൻറ്റിൽ ലക്ഷ്മി ചിരിച്ചുപോയി. അത് കണ്ട് ആനന്ദും. അവരുടെ അന്നത്തെ ദിവസം അങ്ങനെ മംഗളമായി അവസാനിച്ചു. നാളത്തെ പ്രഭാതം വിടരുന്നത് ശുഭവാർത്ത കേട്ടുകൊണ്ടാകട്ടെ. ആ കുട്ടിയുടെ സർജറി വിജയമായി എന്ന ശുഭവാർത്ത. ഒരുപാട് പേരുടെ പ്രാർത്ഥന ഒപ്പമുള്ളതുകൊണ്ട് തന്നെ വിഷമകരമായ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.